ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിംഗ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് എത്തേണ്ടിയിടത്ത് എത്തും എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ ആ ഒരു കാര്യം കൃത്യമായിട്ടും പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന കാര്യമായാലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ടും നടക്കും എന്നുള്ളതാണ്. അതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഈ സമയം ഉണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. വളരെ ആക്റ്റീവായിട്ടിരിക്കാനും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ പേജ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ളൊരു ആത്മധൈര്യം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, അത് എന്ത് തന്നെ വന്നോട്ടെ, യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന രീതിയിലുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണിത്. ഒരു തൻ്റെയിടമൊക്കെ ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. പുതിയൊരു ജോലിക്കോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനോ ഈ ഒരു സമയം നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കുക. പലരും ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതായത് എനിക്ക് പറ്റൂല എന്നൊക്കെ ചിന്തിച്ച് കണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പലപ്പോഴും നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ അത് വീണ്ടും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീ എൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അത് ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ പാഷനാണ് നമ്മുടെ തൊഴിലായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വളരെ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടമല്ലാതെ ചെയ്യുന്ന ജോലി, അതിലൊരു പക്ഷേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു കാര്യം നിങ്ങൾക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ടായിരിക്കാം.
ചിലർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു തൊഴിലായിരിക്കില്ല അത്. ഒരുപക്ഷെ നിങ്ങളുടെ കർമ്മമേഖല അതായിരിക്കൂല. ഒരുപക്ഷെ നിങ്ങൾക്കിത് സാഹചര്യം മൂലം ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കണം എന്ന് ചിന്തിച്ച് മാത്രം നിങ്ങൾ ഈ ജോലി ചെയ്യുന്നതാവാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് ഫിനിഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പലരും പലതരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സ് എല്ലാം പഠിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സർവീസ് ചെയ്യേണ്ട ആൾക്കാരാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും ആരാധനയോടും ഒക്കെ നോക്കിക്കാണുന്ന ഒരു സമയമാണ്. റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിരുന്ന ആൾക്കാർ നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങൾ പുറത്ത് കാണിക്കാതിരുന്നിട്ടുണ്ടാവാം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ അടച്ചു വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൂടി അതൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളും സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ അർഹിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് മറ്റുള്ളവരത് തിരിച്ചു തരികയുമില്ല. അപ്പോൾ അതുമാത്രമല്ല നമ്മളും നമുക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് വെറുതെ വിഷമിച്ചിരിക്കാതെ മറ്റുള്ളവരെന്നെ നോക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കാതെ സ്വയം നിങ്ങളെ നോക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ്. നിങ്ങൾക്ക് നല്ല ബിസിനസ് കിട്ടുമെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ പാർട്ട്നേഴ്സുമൊക്കെയായി ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ആലോചിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു ഫങ്ഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. നിങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്കൊരു നിങ്ങൾ ഫങ്ഷനിൽ പങ്കെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഇല്ലാതിരിക്കും എന്നുള്ളതാണ്. പൈസയുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ആൾക്കാർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അത് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർ ഒരു നെഗറ്റീവിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു നെഗറ്റീവിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത്. ഇതിൽ പാസ്റ്റിൽ ഇത്തരത്തിൽ നടക്കാത്തതിൽ വിഷമമുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓഫർ ഈ ഒരു സമയം വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ആൾക്കാർക്കൊരു നിരാശ കാണുന്നുണ്ട്. നിങ്ങൾ
നിരാശയിലാണ്. എന്തുകൊണ്ടാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് എന്ന് വിചാരിച്ച് നിരാശയിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു ഓഫർ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നിരാശപ്പെടാതെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ബോധേഡായി അതിലൊന്ന് സന്തോഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ഈ ഒരു സമയം വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഇത് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓഫറായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുവെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഇരിക്കാനാണ് പറയുന്നത്. ഈ ഒരു ഓഫർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ കാണുന്നത്. ശരിക്കും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ കുറച്ചു കാലം കൊണ്ട് നിരാശയിലായിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു വേദന, അപ്പോൾ അത് ഹീലായി തുടങ്ങിയ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പാസ്റ്റിലെ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ചലഞ്ചിൽ നിന്നാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് പക്ഷേ വന്നിട്ടുണ്ടാവാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കുറേ പാഠങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കുറേ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളത് തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു തെറ്റിദ്ധാരണ മാറുന്ന ഒരു സമയമാണിത്. നിങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലും ഒരു ഗോസിപ്പൊക്കെ പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നുണ്ട്. തിരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുന്നുണ്ട്. ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ നിൽക്കണമെന്ന് പക്ഷേ ചിന്തിക്കുന്നുണ്ടാവാം. പിന്നെ ഇവിടെ എംപററാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സിംഹാസനമുണ്ടാക്കി അതിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതായത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തടഞ്ഞു വെച്ചിട്ടുള്ള പ്രമോഷൻ ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായൊരു പവറിൽ ഇരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ പവറിൽ ഇരിക്കുന്ന സമയത്തും ഒരിക്കലും ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാവരുത്. അതായത് ഞാനാണ് എല്ലാം എന്നൊരു ആ ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുക. നമ്മളൊരു ടൂൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ നമ്മളെല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നന്മ വരുന്ന സമയത്ത് ഇതെൻ്റെ മാത്രം ഒരു കഴിവ് കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം അതെനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരുതുക. നമ്മൾ അത്രയും ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തിലും ഈഗോ ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് ദൈവം തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു ബ്രില്യൻ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു സക്സസ് ആണെന്നാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, നേട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കുവാനുള്ളൊരു സമയമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ സമയം നിങ്ങളെക്കുറിച്ചൊരു സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ഫുൾഫിൽ ആയ പോലത്തെ ഒരു എനർജിയാണ്. അതുപോലെ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. പല പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ അങ്ങനെയായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻസ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാര്യം എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കടമ്പ കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ജീവൻ ഈ ഭൂമിയിൽ ഉത്ഭവിച്ച് അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് എത്തുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ സമയം ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിക്കും മനസ്സിനൊരു സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് പുതിയ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് 9 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മെഡിറ്റേഷൻസിലൂടെ മെസ്സേജസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ പ്രകൃതിയുമായിട്ട് കണക്റ്റഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മരങ്ങളുടെയൊക്കെ ചുവട്ടിലിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി, അതായത് കർത്തവാവല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങി ഇരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് സമയമെങ്കിലും ആ ഒരു മൂൺ എനർജി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പല ആൾക്കാരും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണെന്നാണ്
കാണുന്നത്. അപ്പോൾ ഈ സമയം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് ഉറങ്ങുക. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുവാനായിട്ട് ബാക്കിയുണ്ടെന്ന് കരുതി ഉറങ്ങാതിരിക്കരുത് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.